വിമർശന ബുദ്ധിയോടെയും മടുപ്പോടെയും മൂത്രപാനം ആരംഭിച്ച ഒരു ബഹുമാന്യ വ്യക്തി എനിക്കയച്ച മെസ്സേജ് ഇങ്ങനെയാണ്. ഞാൻ എത്ര കയ്പുള്ള ആയുർവേദ കഷായവും നിഷ്പ്രയാസം കുടിക്കാറുണ്ട്. ഞാൻ പരീക്ഷണമായി അല്പം മൂത്രം കുടിച്ചു നോക്കി. അസഹ്യമായ വിഷമം അനുഭവപ്പെട്ടു. ഛർദിയുണ്ടായി. പിന്നെ ഉപ്പേരി മുതലായവ കഴിച്ച് വായുടെ വിഷമം മാറ്റി. ഒടുവിൽ പരീക്ഷണം തന്നെ ഉപേക്ഷിച്ചു. ഇത് മൂത്രപാനം ആരംഭിക്കുന്ന എല്ലാവരുടെയും അനുഭവമാണ്. ചത്താലും ഞാൻ മൂത്രം കുടിക്കില്ല എന്ന് പറഞ്ഞ പലരും ഒരു ദിവസം മൂത്രം കുടിക്കാൻ വിട്ടുപോയാൽ എന്തോ വലിയ നഷ്ടബോധമാണിപ്പോൾ എന്ന് പറയുന്ന അനുഭവവും ഉണ്ട്. ഛർദി വരുന്നത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിൽ ഉറച്ചുപോയ ചിന്ത കാരണമാണ്. ശുദ്ധമായ കിണർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇന്നലെ കിണറ്റിൽ ഒരു എലി വീണിരുന്നു എന്ന് നുണ പറഞ്ഞാൽ പോലും അയാൾ ഉടൻ ഛർദ്ദിക്കും. തുടക്കക്കാർക്ക് അല്പം വെള്ളം ചേർത്തും അല്ലെങ്കിൽ അല്പം ചെറുനാരങ്ങ നീര് മൂത്രത്തിൽ ഇറ്റിച്ചും കുടിച്ചു നോക്കാം. മൂത്രത്തിന് എപ്പോഴും ഒരേ ടേസ്റ്റ് ആയിരിക്കുമെന്ന തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ഒരു ദിവസം ഒഴിക്കുമ്പോഴെല്ലാം അല്പം മൂത്രം വീതം കുടിച്ച് നോക്കുക. മൂത്രത്തിൽ ധാതു ലവണങ്ങൾ ഉള്ളതുകൊണ്ട് ഉപ്പ് രസമുണ്ടാകും. എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ ഇളം പുളിപ്പ് രസമാണ് ഉണ്ടാവുക. ഉപ്പും പുളിപ്പും കലർന്ന സുഖകരമായ ടേസ്റ്റും ചിലപ്പോൾ അനുഭവപ്പെടും. മൂത്രത്തിൽ വിറ്റാമിൻ സി ഉണ്ട്. പലപ്പോഴും വെള്ളം കുടിക്കും പോലെ അനായാസമായി മൂത്രം കുടിക്കാനാകും. ഏതായാലും കഷായത്തിൻ്റെ കയ്പോ പലതരം മദ്യപാനീയങ്ങളുടെ രൂക്ഷമായ ചവർപ്പോ ഒന്നും തന്നെ മൂത്രത്തിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. നന്നായി വെള്ളം കുടിച്ചാലും ക്ഷാരഗുണപ്രധാനമായ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ തുടങ്ങിയവ ശീലമാക്കിയാലും മൂത്രത്തിൻ്റെ ടേസ്റ്റ് സുഖകരമായി അനുഭവപ്പെടും. പനിയോ മറ്റ് അണുബാധയോ ഉള്ളപ്പോൾ മൂത്രത്തിന് ചെറിയ കയ്പ് രസം അനുഭവപ്പെടാം. യൂറിനറി ഇൻഫെക്ഷനോ മറ്റ് രോഗങ്ങളോ ബാധിച്ചാൽ മൂത്രപാനം നിർത്തുകയല്ല വേണ്ടത്, ചികിത്സാരൂപത്തിൽ തുടരുകയാണ്. കലങ്ങിയ മൂത്രം സ്ഥിരമായി കുടിക്കുമ്പോൾ കലക്കം മാറി മൂത്രം തെളിഞ്ഞു വരും. അതിനാൽ ഏത് നിറമുള്ള മൂത്രവും പസൽസും രക്തവും കലർന്ന മൂത്രവും എല്ലാം കുടിക്കാൻ ഉപയോഗിക്കാം. ഗർഭസ്ഥ ശിശുവിനെ കൊണ്ട് ശരീരം കുടിപ്പിക്കുന്നത് യൂറിയയും യൂറിക് ആസിഡും ക്രിയാറ്റിനും എല്ലാം കലർന്ന മൂത്രമാണ്. അത് കാരണം ശിശു ആരോഗ്യത്തോടു കൂടി വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഡയാലിസിസ് കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികളെല്ലാം പലതരം മരുന്നുകളുടെ അടിമകളാണെന്ന് കാണാം. മൂത്രപാനം മൂലം ഡയാലിസ് ചെയ്യേണ്ടി വരുന്ന ഒരാളെപ്പോലും ആർക്കും കാണാൻ കഴിയില്ല. ഡയാലിസ് ചെയ്യുന്ന രോഗികൾ പോലും യൂറിൻ തെറാപ്പി ചെയ്ത് ആരോഗ്യസ്ഥിതി കൈവരിച്ച അനുഭവമുണ്ട്. അതിനാൽ മൂത്രപാനം ആരംഭിക്കുന്നവർ ആദ്യ അനുഭവത്തിൽ പിന്മാറാതെ മൂത്രസത്യം സാവധാനം ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ജീവിതാന്ത്യം വരെ പ്രഭാത മൂത്രപാനം ശീലമാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. നന്ദി.